വീടിന് മുന്നിൽ പേടകം വന്നിറങ്ങി. കണ്ടുനിന്നവർ അമ്പരന്നു. ആയൂരിലാണ് സംഭവം. അപ്രതീക്ഷിതമായി വീടിന് സമീപത്ത് പേടകം പറന്നിറങ്ങിയപ്പോൾ പരിഭ്രാന്തരായി പ്രദേശവാസികൾ മാറി. കൊല്ലം ആയൂരിലാണ് സംഭവം. അർക്കന്നൂർ താമരശ്ശേരി പത്മഗീതത്തിൽ പത്മകുമാറിന്റെ വീടിന് പിൻവശത്തായാണ് പേടകം പതിച്ചത്. തെർമോകോൾ ബോക്സിൽ പൊതിഞ്ഞിരുന്ന നിലയിൽ ഒരു വസ്തു ബലൂണിൽ നിന്നും പറന്നിറങ്ങിയപ്പോൾ ആദ്യമൊക്കെ കൗതുകമാണ് തോന്നിയതെങ്കിലും പെട്ടിയിൽ നിന്നും ശബ്ദം കേൾക്കാൻ തുടങ്ങിയതോടെ ആളുകൾക്ക് ആശങ്കയായി. പെട്ടിക്ക് പുറത്തെഴുതിയിരുന്ന എഴുത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് അല്പം അയവ് വീണത്. ISROയുടെ പൊന്മുടിയിലുള്ള IISTയിൽ നിന്നും വിക്ഷേപിച്ച യന്ത്രമാണെന്നും ലഭിക്കുന്നവർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുമായിരുന്നു ബോക്സിന് പുറത്ത് രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പിന്നീട് ചടയമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തി പെട്ടി ഏറ്റുവാങ്ങി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 ഹൈഡ്രജൻ ബലൂണിൽ ഘടിപ്പിച്ച് IIST വിക്ഷേപിച്ചതായിരുന്നു പെട്ടി. ഓസോൺ സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമായ ഓസോൺ സോണ്ടാണ് പെട്ടിയിലുണ്ടായിരുന്നത്. ഇന്നലെ ഒരു 3 o'clock ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൻ്റെ കിണറ്റിൻ്റെ ബാക്കിലാണ് ഈ സംഭവം വന്നു വീണത്. അപ്പോൾ നമുക്ക് സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് ഒരു തെർമോകോൾ കവറിങ് ആയിട്ട് ഒരു ബോക്സിങ് ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു ആൻറ്റിന പോലത്തെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മോട്ടറിൻ്റെ ഒരു സൗണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടിട്ടില്ല സാധനം ആയതുകൊണ്ട് വീട്ടുകാർക്കും പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കാണാനൊക്കെ വന്നു. അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷൻ്റെ അവിടുത്തെ ഒരു വിങ്ങിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ടാമ്പർ ചെയ്യൽ, അപ്പോൾ അത് ലയബിൾ ഫോർ പണിഷ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക, അവരെ നമ്പറിൽ വിളിച്ചറിയിക്കുക, ഉത്തരവാദിത്തപ്പെട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിവാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു, അവർ വന്നു, അവരെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം അവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ കൊണ്ടുപോയി. GPS സംവിധാനമുള്ള ഉപകരണം വൈകുന്നേരം 4 മണിയോടെയാണ് താഴെ വീണത്. താഴെ വീണപ്പോൾ തന്നെ ഉപകരണം പതിച്ച സ്ഥലം ISRO ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ബലൂൺ തകരാറിലായതോടെ പാരച്യൂട്ട് തുറന്ന് പതുക്കെയാണ് പെട്ടി താഴെ എത്തിയത്. ന്യൂസ് ബ്യൂറോ, ആയൂർ.